രാജ്യത്ത് ദളിതർക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുവെന്നത് ബി.ജെ.പിക്കാരും സംഘപരിവാറുകാരും ഒഴികെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ്. അതിന് ഉപോത്ബലകമായ സംഭവങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ലക്നൗ, മധ്യപ്രദേശിലെ ഭിന്ദ് എന്നിവിടങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദളിത് അതിക്രമങ്ങളുടെ വാർത്തകൾ എത്തിയത്. ദീപാവലി ദിനം യു.പിയുടെ തലസ്ഥാനമായ ലക്നൌവിന്റെ പ്രാന്തപ്രദേശത്തുള്ള ഒരു ക്ഷേത്രത്തിന് സമീപം പൊതുസ്ഥലത്ത് മൂത്രമൊഴിച്ചുവെന്നാരോപിച്ച് 60 വയസ്സുള്ള ദളിത് പുരുഷനെ നിർബന്ധിച്ച് നിലം നക്കി വൃത്തിയാക്കിച്ചതാണ് ആദ്യ സംഭവം. കക്കോരിയിലെ ശീതളമാതാ ക്ഷേത്രത്തിലെത്തിയ രാംപാലാണ് അതിക്രമത്തിന് ഇരയായത്. വെള്ളം കുടിച്ച ശേഷം ക്ഷേത്ര പരിസരത്തെ പൊതുസ്ഥലത്ത് മൂത്രമൊഴിച്ചുവെന്നാരോപിച്ച് ഒരു സംഘം മർദ്ദിക്കുകയും പരിസരം നക്കി വൃത്തിയാക്കുന്നതിന് നിർബന്ധിക്കുകയുമായിരുന്നു. കുടിക്കുന്നതിനിടയിൽ പുറത്തു തൂവിയ വെള്ളം മൂത്രമൊഴിച്ചതെന്നായിരുന്നു പ്രതികളുടെ ആരോപണം. രാംപാൽ നിഷേധിച്ചുവെങ്കിലും പമ്മു എന്നറിയപ്പെടുന്ന സാമികാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം നക്കിത്തുടച്ച് വൃത്തിയാക്കുന്നതിന് നിർബന്ധിക്കുകയായിരുന്നു. പ്രധാന പ്രതി RSS പ്രവർത്തകനാണെന്ന് പ്രതിപക്ഷ കക്ഷികൾ ആരോപിച്ചു. മധ്യപ്രദേശിലെ ഭിന്ദ് ജില്ലയിലാണ് 25 വയസ്സുള്ള ദളിത് തൊഴിലാളിയെ മുൻ തൊഴിലുടമയും 2 പേരും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് മൂത്രം കുടിപ്പിച്ചത്. സോനു ബറുവ, അലോക് ശർമ്മ, ചോട്ടു ഓജ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം നടന്നത്. ബറുവയുടെ വാഹനത്തിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന ദളിത് യുവാവ് പ്രസ്തുത ജോലി ഉപേക്ഷിച്ചു പോയിരുന്നു. ഇതിനുശേഷം തൊഴിലാളിയുടെ വീട്ടിലെത്തിയ സംഘം ഭിന്ദിലേക്ക് തട്ടിക്കൊണ്ടുപോകുകയും ക്രൂരമായി ആക്രമിക്കുകയുമായിരുന്നു. പ്ലാസ്റ്റിക് പൈപ്പ് ഉപയോഗിച്ച് അടിക്കുകയും ഒരു കുപ്പിയിൽ നിന്ന് മൂത്രം കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തുവെന്നാണ് ഇര മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരിക്കുന്നത്. 2023 ഏപ്രിലിൽ മധ്യപ്രദേശിലെ തന്നെ സിന്ധിൽ ബി.ജെ.പി MLAയുടെ പ്രതിനിധി ആദിവാസി യുവാവിന്റെ മുഖത്ത് മൂത്രമൊഴിച്ച സംഭവം വിവാദമായിരുന്നു. വൻ പ്രതിഷേധമുയർന്നതിനെ തുടർന്നാണ് ഈ സംഭവത്തിൽ പോലീസ് കേസെടുക്കുന്നതിന് സന്നദ്ധമായത്. ഈ വിധത്തിൽ ദളിത് വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയാണ്, പ്രത്യേകിച്ച് ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ. ഈ വർഷം ആദ്യം കട്നിയിൽ അനധികൃത ഖനനത്തെ എതിർത്ത ഒരു ദളിത് യുവാവിനെ മർദ്ദിച്ചു. ഉജ്ജയിനിൽ മറ്റൊരാളെ മർദ്ദിക്കുകയും മൂത്രം കുടിക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. ഈ മാസം ആദ്യമാണ് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ 37കാരനെ മോഷ്ടാവെന്നാരോപിച്ച് ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. പ്രദേശത്ത് മോഷണം പതിവായിരിക്കുന്നുവെന്നാരോപിച്ച് നാട്ടുകാർ നിരീക്ഷണം നടത്തിവരികയായിരുന്നു. ഇതിനിടെ രാത്രി കണ്ടെത്തിയ ദളിത് പുരുഷനെ മോഷ്ടിച്ചുവെന്നാരോപിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. മാനസിക വൈകല്യമുള്ള ഇയാളെ പിന്നീട് റെയിൽവേ ട്രാക്കിന് സമീപം മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഈ കേസിൽ വലിയ പ്രതിഷേധമുയർന്നതിനെ തുടർന്ന് കുറ്റാരോപിതർക്കെതിരെ കേസെടുത്തുവെങ്കിലും അവരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിനെതിരെ വൻ രോഷമുണ്ടായപ്പോൾ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിക്കുന്നുവെന്നത് അവരുടെ ദളിത് വിരുദ്ധതയും സവർണാഭിമുഖ്യവുമാണ് തെളിയിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. 2022 ദേശീയ തലത്തിൽ ദളിത് വിഭാഗക്കാർക്കെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം 12,960 ഉയർന്നതായാണ് NCRB റിപ്പോർട്ട്. 2021 അത് 10,064 ആയിരുന്നു. പട്ടികജാതിക്കാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ 2022 57,582 കേസുകളിൽ നിന്ന് 2023 57,789 വർദ്ധിച്ചു. ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും അധികം വർധനയുള്ളതെന്നും റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാണ്. കുറ്റങ്ങൾ നടക്കുമ്പോൾ യഥാസമയം കേസെടുക്കാതിരിക്കുകയും വൻ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കേസെടുത്താൽ കൃത്യമായ തുടർ നടപടികൾ കൈക്കൊള്ളാതിരിക്കുന്നതും സംഭവങ്ങൾ ആവർത്തിക്കുന്നതിനും വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു. 2020 ചില കണക്കുകൾ പരിശോധിച്ചാൽ അത് ബോധ്യമാകുന്നതാണ്. ഉത്തർപ്രദേശിൽ ആകെ 12,714 കേസുകൾ ഉണ്ടായപ്പോൾ 4-1 മാത്രമാണ് ശിക്ഷയുണ്ടായത്. ഹരിയാനയിൽ 1,210 12 കേസുകളിലും, മധ്യപ്രദേശ് 6,899 791, മഹാരാഷ്ട്രയിൽ 2,569 87, ഒഡീഷയിൽ 2,046 5, രാജസ്ഥാനിൽ 7,017 886 എന്നിങ്ങനെ കേസുകളിലുമാണ് ശിക്ഷയുണ്ടായത്. കേസും ശിക്ഷയും തമ്മിലുള്ള ഈ വൻ അന്തരം ദളിതർക്കെതിരെ അതിക്രമങ്ങൾ നടത്തിയാൽ ഒന്നും സംഭവിക്കാനില്ലെന്ന തോന്നലുണ്ടാക്കുന്നതിന് സഹായകമാണ്. അതുകൊണ്ട് ദളിതർക്കെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് നീതിന്യായ സംവിധാനത്തിന്റെ മുൻകൈയിലുള്ള സുശക്തമായ നടപടികൾ ആവശ്യമാണെന്നാണ് ഇത്തരം സംഭവങ്ങൾ തെളിയിക്കുന്നത്.